ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലായി 100 കോടി ഫോളോവേഴ്സിനെ സ്വന്തമാക്കുന്ന ആദ്യ വ്യക്തിയെന്ന നേട്ടം കുറിച്ച പോർച്ചുഗീസ് ഫുട്ബോളർ ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലായി 100 കോടി ഫോളോവേഴ്സിനെ സ്വന്തമാക്കുന്ന ആദ്യ വ്യക്തിയെന്ന നേട്ടം കുറിച്ച പോർച്ചുഗീസ് ഫുട്ബോളർ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ബുഡാപെസ്റ്റ് വേദിയായ ലോക ചെസ് ഒളിമ്പ്യാഡ് ഉച്ചകോടിയിൽ പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മറ്റന്നൂർ ഗ്രാമപഞ്ചായത്ത്. ജലശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച രാജ്യാന്തര വാട്ടർ വീക്ക് ഉച്ചകോടിയിൽ പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള ഗ്രാമപഞ്ചായത്ത് മറ്റന്നൂർ ഗ്രാമപഞ്ചായത്താണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേര് എന്താണ്? ശ്രീവിജയപുരം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേര് ശ്രീവിജയപുരം എന്നാണ്. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനു പകരം ഡൽഹി മുഖ്യമന്ത്രിയായി അധികാരമേറ്റ വനിത ആരാണ്? അതിഷി മർലേന സിംഗ്. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനു പകരം ഡൽഹി മുഖ്യമന്ത്രിയായി അധികാരമേറ്റ വനിത അതിഷി മർലേന സിംഗ് ആണ്. ഇന്ത്യയിൽ ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താനുള്ള ശുപാർശകൾ ഉന്നത അധികാര കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? രാംനാഥ് കോവിന്ദ്. ഇന്ത്യയിൽ ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താനുള്ള ശുപാർശകൾ ഉന്നത അധികാര സമിതിയുടെ അധ്യക്ഷൻ രാംനാഥ് കോവിന്ദാണ്. ദേശീയതല ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ തുടർച്ചയായ 2ാം വർഷവും 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളം. ദേശീയതല ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ തുടർച്ചയായ 2ാം വർഷവും 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളമാണ്. 2024 US ഓപ്പൺ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവായ ഇറ്റാലിയൻ താരം ആരാണ്? യാനിക് സിന്നർ. 2024 US ഓപ്പൺ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവായ ഇറ്റാലിയൻ താരം യാനിക് സിന്നറാണ്. 2024 US ഓപ്പൺ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവായ ബെലാറൂസ് താരം ആരാണ്? അരീന സബലെങ്ക. 2024 US ഓപ്പൺ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവായ ബെലാറൂസ് താരം അരീന സബലെങ്കയാണ്. ഹുലൻബറിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിലെ മികച്ച താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഹർമൻപ്രീത് സിംഗ്. ഹുലൻബറിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിലെ മികച്ച താരം ഹർമൻപ്രീത് സിംഗ് ആയിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റ ആരാണ്? എയർ മാർഷൽ അമർപ്രീത് സിംഗ്. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് എയർ മാർഷൽ അമർപ്രീത് സിംഗ് ആണ്. 2025 ഓസ്കാറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? ലാപ്ത ലേഡീസ്. 2025 ഓസ്കാറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ലാപ്ത ലേഡീസ് എന്ന സിനിമയാണ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാറാണ്. 2024 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ജേതാക്കളായത് കാരിച്ചാൽ ചുണ്ടനാണ്. 2024 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ കാരിച്ചാൽ ചുണ്ടനാണ്. 2024 ജനുവരിയിൽ അറബിക്കടലിൽ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പലിൻ്റെ പേരെന്താണ്? MV ലീല നോർഫോക്ക്. 2024 ജനുവരിയിൽ അറബിക്കടലിൽ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പലാണ് MV ലീല നോർഫോക്ക്. 2023 ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച കമ്പനി ഏതാണ്? മൈക്രോസോഫ്റ്റ്.
2023 ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും മികച്ച കമ്പനി മൈക്രോസോഫ്റ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് അഗ്രി എക്സ്പോർട്ട് തുറമുഖം എന്ന അംഗീകാരം ലഭിച്ച തുറമുഖം ഏതാണ്? മുംബൈ ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇന്ത്യയിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് അഗ്രി എക്സ്പോർട്ട് തുറമുഖം എന്ന അംഗീകാരം ലഭിച്ച തുറമുഖം മുംബൈ ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. 2023 JCB സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? പെരുമാൾ മുരുകൻ. 2023 JCB സാഹിത്യ പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകനാണ്. 2023 വേൾഡ് എക്സ്പോയുടെ വേദി എവിടെയാണ്? റിയാദ്. 2023 വേൾഡ് എക്സ്പോയുടെ വേദി റിയാദാണ്. 2023 37ാമത് ദേശീയ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. 2023 37ാമത് ദേശീയ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. കേരള ഫോക്ലോർ അക്കാദമി നൽകുന്ന 2024 PK കാളൻ പുരസ്കാരം ലഭിച്ച കെ കുമാരൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിമ്മാനക്കളി. കേരള ഫോക്ലോർ അക്കാദമി നൽകുന്ന 2024 PK കാളൻ പുരസ്കാരം ലഭിച്ച കെ കുമാരൻ ചിമ്മാനക്കളി എന്ന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരള ഫോക്ലോർ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? OS ഉണ്ണികൃഷ്ണൻ. കേരള ഫോക്ലോർ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ OS ഉണ്ണികൃഷ്ണനാണ്. 2034 ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? സൗദി അറേബ്യ. 2034 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് സൗദി അറേബ്യയിൽ വെച്ചാണ്. 2023 17 പുതിയ ജില്ലകൾ രൂപീകരിച്ചതോടെ ഏത് സംസ്ഥാനത്തെ ജില്ലകളുടെ എണ്ണമാണ് 50 രാജസ്ഥാനിലെ. 2023 17 പുതിയ ജില്ലകൾ രൂപീകരിച്ചതോടെ ഇപ്പോൾ രാജസ്ഥാനിലെ ജില്ലകളുടെ എണ്ണം 50. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? വാരണാസി. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ ആരംഭിച്ചത് വാരണാസിയിലാണ്. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ്. മെഡിസപ്പ് എന്ന പദ്ധതി ആരംഭിച്ചത് 2022 ജൂലൈ 1 കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ്. പൊതു ഇടങ്ങളിലോ വീടുകളിലോ രാത്രി ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കാൻ കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിഴൽ. പൊതു ഇടങ്ങളിലോ വീടുകളിലോ രാത്രി ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കാൻ കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിഴൽ. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? അനുര കുമാര ദിസനായകെ. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനുര കുമാര ദിസനായകയാണ്. ഇന്ത്യയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഓൺലൈൻ പോർട്ടലാണ് ഉദ്യം. ഇന്ത്യയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഓൺലൈൻ പോർട്ടലിൻ്റെ പേരെന്താണ്? ഉദ്യം. ഏകീകൃത ആംബുലൻസ് നിരക്കുകൾ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഏകീകൃത ആംബുലൻസ് നിരക്കുകൾ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഏഷ്യയിലെ അതിസമ്പന്നമായ ഗ്രാമം എന്ന ബഹുമതി സ്വന്തമാക്കിയ ഇന്ത്യൻ ഗ്രാമം ഏതാണ്? മദാപ്പർ. ഏഷ്യയിലെ അതിസമ്പന്നമായ ഗ്രാമം എന്ന ബഹുമതി സ്വന്തമാക്കിയ ഇന്ത്യൻ ഗ്രാമം മദാപ്പറാണ്. തമിഴ് ചലച്ചിത്ര നടൻ വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? തമിഴക വെട്രി കഴകം. തമിഴ് ചലച്ചിത്ര നടൻ വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക വെട്രി കഴകം. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? അമേരിക്ക. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ ഒന്നാമതെത്തിയ രാജ്യം അമേരിക്കയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു? 71. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71. ഇന്ത്യക്ക് ലഭിച്ച മെഡൽ 1 വെള്ളിയും 5 വെങ്കലവുമായിരുന്നു. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാണ്? അന്നപൂർണ ദേവി. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവിയാണ്. നിലവിലെ കേരള മന്ത്രിസഭയിൽ മ്യൂസിയം, ആർക്കിയോളജി, രജിസ്ട്രേഷൻ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? രാമേന്ദ്രൻ കടന്നപ്പള്ളി. നിലവിലെ കേരള മന്ത്രിസഭയിൽ മ്യൂസിയം, ആർക്കിയോളജി, രജിസ്ട്രേഷൻ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളിയാണ്. കേരള മന്ത്രിസഭയിൽ നിലവിലെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രി ആരാണ്?
OR കേളു. കേരള മന്ത്രിസഭയിൽ നിലവിലെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രി OR കേളുവാണ്. ആദിത്യ L1 സൂര്യൻ്റെ കൊറോണയെപ്പറ്റി പഠിക്കാനുള്ള പേലോഡ് ഏതാണ്? VELC. ആദിത്യ L1 സൂര്യൻ്റെ കൊറോണയെപ്പറ്റി പഠിക്കാനുള്ള പേലോഡാണ് VELC. 2024 ഏത് ജീവിവർഗങ്ങളുടെ വർഷമായാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്? ഒട്ടകം. 2024 ഏത് ജീവിവർഗങ്ങളുടെ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്? ഒട്ടകം. 2024 മെയ്യിൽ അന്തരിച്ച രഘുനന്ദൻ കാമത്ത് അറിയപ്പെടുന്ന പേരെന്താണ്? ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ. 2024 മെയ്യിൽ അന്തരിച്ച രഘുനന്ദൻ കാമത്ത് അറിയപ്പെട്ടിരുന്നത് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിലാണ്. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ്? എറണാകുളം. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ വേദി എറണാകുളമാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യത്തെ മെഡൽ നേടിയത് മനു ഭാകറാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യത്തെ മെഡൽ നേടിയത് മനു ഭാകറാണ്. അടുത്തിടെ ആരംഭിച്ച കേരളത്തിൻ്റെ ആഭ്യന്തര 2020 ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ പേര് എന്താണ്? കേരള ക്രിക്കറ്റ് ലീഗ്. അടുത്തിടെ ആരംഭിച്ച കേരളത്തിൻ്റെ ആഭ്യന്തര 2020 ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ പേര് കേരള ക്രിക്കറ്റ് ലീഗ് എന്നാണ്. ഏത് സംസ്ഥാനത്ത് നിന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശിൽ നിന്നുമാണ്. കേരള സംസ്ഥാന ലോട്ടറി വകുപ്പിൻ്റെ പുതിയ ഔദ്യോഗിക ചിഹ്നം എന്താണ്? പുൽച്ചാടി. കേരള സംസ്ഥാന ലോട്ടറി വകുപ്പിൻ്റെ പുതിയ ഔദ്യോഗിക ചിഹ്നം പുൽച്ചാടിയാണ്. സുഡാനിലെ ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ കാവേരി. സുഡാനിലെ ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. കേരളത്തിലെ ഏത് പ്രമുഖ വ്യക്തിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം? ശ്രീകുമാരൻ തമ്പിയുടെ. ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയുടെ പേര് ജീവിതം ഒരു പെൻഡുലം എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പോക്സോ കോടതി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിൽ. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പോക്സോ കോടതി പ്രവർത്തനം ആരംഭിച്ചത് കൊച്ചിയിലാണ്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതി ഏതാണ്? കൂട്ട്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് കൂട്ട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ല ഏതാണ്? തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ല തൃശ്ശൂരാണ്. അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാനായി മലയാളം മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? അനന്യ മലയാളം. അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാനായി മലയാളം മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് അനന്യ മലയാളം. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്ത എവിടെയാണ്? കൊച്ചിയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് കൊച്ചിയിലാണ്. 25 വർഷം പൂർത്തിയാക്കിയ കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ മിഷൻ ഏതാണ്? കുടുംബശ്രീ. 25 വർഷം പൂർത്തിയാക്കിയ കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ മിഷനാണ് കുടുംബശ്രീ. ഗോത്രസാരഥി പദ്ധതിയുടെ പുതിയ പേരെന്താണ്? വിദ്യാവാഹിനി. ഗോത്രസാരഥി പദ്ധതിയുടെ പുതിയ പേര് വിദ്യാവാഹിനി എന്നാണ്. 2023 മാർച്ചിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര നടൻ ആരാണ്? ഇന്നസെൻ്റ്. 2023 മാർച്ചിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര നടൻ ഇന്നസെൻ്റ് ആണ്. മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? രത്തൻ ടാറ്റ. മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹനായത് രത്തൻ ടാറ്റയാണ്. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി കേരള തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയ ആപ്പ് ഏതാണ്? അതിഥി ആപ്പ്. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി കേരള തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് അതിഥി ആപ്പ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ചക്കിട്ടപ്പാറ. കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ചെയർമാൻ KV മനോജ് കുമാറാണ്. 2022 30ാമത് JC ഡാനിയൽ പുരസ്കാര ജേതാവ് ആരായിരുന്നു? TV ചന്ദ്രൻ. 2022 30ാമത് JC ഡാനിയൽ പുരസ്കാര ജേതാവ് TV ചന്ദ്രനാണ്. 2023 43ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ആട്ടം എന്ന മലയാള സിനിമയാണ്. ആട്ടം എന്ന സിനിമയുടെ സംവിധായകൻ ആനന്ദ് ഏകർഷിയായിരുന്നു.
2023 43ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ആട്ടം എന്ന സിനിമയാണ്. സുഗതകുമാരിയുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെൻ്ററി ഏതാണ്? തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. സുഗതകുമാരിയുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെൻ്ററിയാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. 2024 ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്ത് റേ പുരസ്കാരത്തിന് അർഹയായത് ഷീലയാണ്. 2024 ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്ത് റേ പുരസ്കാരത്തിന് അർഹയായത് ഷീലയാണ്. 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ്. 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമ മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം ഏതാണ്? പുലിമുരുകൻ. 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം പുലിമുരുകനാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമ ഏതാണ്? ഇതുവരെ. സംവിധാനം അനിൽ തോമസ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് ഇതുവരെ. സംവിധാനം അനിൽ തോമസ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീ അണയ്ക്കാൻ നടത്തിയ ഓപ്പറേഷന് നൽകിയ പേരെന്താണ്? ഓപ്പറേഷൻ സേഫ് ബ്രീത്ത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീ അണയ്ക്കാൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സേഫ് ബ്രീത്ത്. 2023 47ാമത് വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ശ്രീകുമാരൻ തമ്പി. 2023 47ാമത് വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. 2022 46ാമത് വയലാർ അവാർഡ് ജേതാവ് ആരാണ്? എസ് ഹരീഷ്. 2022 46ാമത് വയലാർ അവാർഡ് ജേതാവ് എസ് ഹരീഷാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ഡോക്ടർ എസ് കെ വസന്തൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഡോക്ടർ എസ് കെ വസന്തനാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? സേതു. 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് സേതുവാണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? സക്കറിയ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സക്കറിയാണ്. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരായിരുന്നു? സേതു. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സേതുവായിരുന്നു. കാലം സാക്ഷി ആരുടെ ആത്മകഥയാണ്? ഉമ്മൻചാണ്ടിയുടെ. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി. പരാജയപ്പെട്ട കമ്പോള ദൈവം, റിപ്പബ്ലിക്കിൻ്റെ ഭാവി എന്നീ കൃതികൾ രചിച്ചതാരാണ്? എം ബി രാജേഷ്. നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ എം ബി രാജേഷാണ് പരാജയപ്പെട്ട കമ്പോള ദൈവം, റിപ്പബ്ലിക്കിൻ്റെ ഭാവി എന്നീ കൃതികൾ രചിച്ചത്. അംബേദ്കർ എ ലൈഫ് എന്ന പേരിൽ അംബേദ്കറുടെ ജീവചരിത്രം രചിച്ചതാരാണ്? ശശി തരൂർ. അംബേദ്കർ എ ലൈഫ് എന്ന പേരിൽ അംബേദ്കറുടെ ജീവചരിത്രം രചിച്ചത് ശശി തരൂറാണ്. 2021 സ്വാതി കേരള പുരസ്കാര ജേതാവ് ആരാണ്? പി ആർ കുമാര കേരളവർമ്മ. 2021 സ്വാതി കേരള പുരസ്കാര ജേതാവ് പി ആർ കുമാര കേരളവർമ്മയാണ്. 2024 പ്രഖ്യാപിച്ച സംസ്ഥാന സംരംഭക അവാർഡിൽ സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയതാരാണ്? പമേല അന്ന മാത്യു. 2024 പ്രഖ്യാപിച്ച സംസ്ഥാന സംരംഭക അവാർഡിൽ സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് പമേല അന്ന മാത്യു ആണ്. 2024 റവന്യൂ അവാർഡിൽ മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം നേടിയതാരാണ്? ജെറോമിക് ജോർജ്. 2024 റവന്യൂ അവാർഡിൽ മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം നേടിയത് ജെറോമിക് ജോർജ് ആണ്. കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? മെയ് 17. കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം മെയ് 17 ആണ്. ഓണം കൈത്തറി മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലത്ത്. ഓണം കൈത്തറി മ്യൂസിയം സ്ഥാപിതമായത് കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലത്താണ്. കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? പെരിയ പോളത്താളി. കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമാണ് പെരിയ പോളത്താളി. 2023 മെയ് 7 ബോട്ടപകടം നടന്ന തൂവൽ തീരം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറം. 2023 മെയ് 7 ബോട്ടപകടം നടന്ന തൂവൽ തീരം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറമാണ്. തൂവൽ തീരം ബോട്ട് അപകടത്തെപ്പറ്റി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് വി കെ മോഹനൻ. തൂവൽ തീരം ബോട്ട് അപകടത്തെപ്പറ്റി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ കമ്മീഷൻ്റെ ചെയർമാൻ ജസ്റ്റിസ് വി കെ മോഹനനായിരുന്നു. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്നതിൻ്റെ റെക്കോർഡിന് അർഹനായ മുൻ കേരള മുഖ്യമന്ത്രി ആരാണ്? ഉമ്മൻചാണ്ടി.
കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്നതിൻ്റെ റെക്കോർഡിന് അർഹനായ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. കേരളത്തിലെ 4ാമത്തെ സെൻട്രൽ ജയിൽ ഏതാണ്? തവനൂർ സെൻട്രൽ ജയിൽ, മലപ്പുറം. കേരളത്തിലെ 4ാമത്തെ സെൻട്രൽ ജയിൽ മലപ്പുറം ജില്ലയിലെ തവനൂർ സെൻട്രൽ ജയിലാണ്. കേരളത്തിൽ തുടർച്ചയായി കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? പിണറായി വിജയൻ. കേരളത്തിൽ തുടർച്ചയായി കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയത് പിണറായി വിജയനാണ്. ബേപ്പൂരിൽ സ്ഥാപിതമായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകം ഏതാണ്? ആകാശമിഠായി. ബേപ്പൂരിൽ സ്ഥാപിതമായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകമാണ് ആകാശമിഠായി. 2024 36ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി എവിടെയായിരുന്നു? കാസർഗോഡ്. 2024 36ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി കാസർഗോഡായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഓൺലൈനായി നടത്തിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഓൺലൈനായി നടത്തിയ സംസ്ഥാനം കേരളമാണ്. കാലുകൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നതിന് 4 വീലർ ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യ വനിത ആരാണ്? ജിലുമോൾ മാരിയറ്റ്. കാലുകൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നതിന് 4 വീലർ ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ തന്നെ ആദ്യ വനിത ജിലുമോൾ മാരിയറ്റാണ്. 2023 ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? ഗുൽസാറും സ്വാമി രാമഭദ്രാചാര്യയും. 2023 ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ഗുൽസാറും സ്വാമി രാമഭദ്രാചാര്യയുമാണ്. 2023 33ാമത് സരസ്വതി സമ്മാൻ ജേതാവ് ആരാണ്? പ്രഭാവർമ്മ. കൃതി രൗദ്ര സ്വാത്തികം. 2023 33ാമത് സരസ്വതി സമ്മാന ജേതാവ് പ്രഭാവർമ്മയാണ്. കൃതി രൗദ്ര സ്വാത്തികം. എയർ ഇന്ത്യ എന്ന വിമാന കമ്പനിയുടെ പുതിയ ലോഗോ ഏതാണ്? ദി വിസ്ത. എയർ ഇന്ത്യ എന്ന വിമാന കമ്പനിയുടെ പുതിയ ലോഗോയാണ് ദി വിസ്ത. നീതി ആയോഗ് ദാരിദ്ര്യ സൂചിക പ്രകാരം ദരിദ്രർ ഇല്ലാത്ത ഇന്ത്യയിലെ ഏക ജില്ല ഏതാണ്? എറണാകുളം. നീതി ആയോഗ് ദാരിദ്ര്യ സൂചിക പ്രകാരം ദരിദ്രർ ഇല്ലാത്ത ഇന്ത്യയിലെ ഏക ജില്ല എറണാകുളം ജില്ലയാണ്. UN ആസ്ഥാനത്ത് തത്സമയം സംപ്രേഷണം ചെയ്ത പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി ഏതാണ്? മൻ കി ബാത്ത്. UN ആസ്ഥാനത്ത് തത്സമയം സംപ്രേഷണം ചെയ്ത പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയാണ് മൻ കി ബാത്ത്. അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് ചലച്ചിത്ര നടൻ ആരാണ്? അക്ഷയ് കുമാർ. അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് ചലച്ചിത്ര നടൻ അക്ഷയ് കുമാറാണ്. ഏറ്റവും കൂടിയ ലേലത്തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ പെയിൻറ്റിംഗ് ഏതാണ്? ദി സ്റ്റോറി ടെല്ലർ. അമൃത ഷെർഗിലിൻ്റെ പെയിൻറ്റിംഗ് ആയ ദി സ്റ്റോറി ടെല്ലറാണ് ഏറ്റവും കൂടിയ ലേലത്തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ പെയിൻറ്റിംഗ്. 2023 സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ച സസ്യം ഏതാണ്? നീലക്കുറിഞ്ഞി. 2023 സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ച സസ്യം നീലക്കുറിഞ്ഞിയാണ്. അടുത്തിടെ സുപ്രീം കോടതി പുറത്തിറക്കിയ ശൈലി പുസ്തകം തയ്യാറാക്കിയ കമ്മിറ്റിയുടെ അധ്യക്ഷ ആരാണ്? മൗഷ്മി ഭട്ടാചാര്യ. അടുത്തിടെ സുപ്രീം കോടതി പുറത്തിറക്കിയ ശൈലി പുസ്തകം തയ്യാറാക്കിയ കമ്മിറ്റിയുടെ അധ്യക്ഷ മൗഷ്മി ഭട്ടാചാര്യയാണ്. 2023 മണിപ്പൂരിൽ നടന്ന വംശീയ കലാപത്തെപ്പറ്റി അന്വേഷിക്കാനായി രൂപീകരിച്ച കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അജയ് ലാംബ. 2023 മണിപ്പൂരിൽ നടന്ന വംശീയ കലാപത്തെപ്പറ്റി അന്വേഷിക്കാനായി രൂപീകരിച്ച കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് അജയ് ലാംബയാണ്. മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച 3 അംഗ വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളി ആരായിരുന്നു? ആശാ മേനോൻ. മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച 3 അംഗ വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളി ആശാ മേനോനാണ്. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാണ്? അഹമ്മദാബാദിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് അഹമ്മദാബാദിലാണ്. തേജസ് യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. തേജസ് യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. രാജ്യസഭയെ നിയന്ത്രിക്കുന്ന ആദ്യ നോമിനേറ്റഡ് അംഗമാരാണ്? PT ഉഷ. രാജ്യസഭയെ നിയന്ത്രിക്കുന്ന ആദ്യ നോമിനേറ്റഡ് അംഗം PT ഉഷയാണ്. കൊല്ലം ജില്ലയെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് ക്യാമ്പയിനിലൂടെയാണ്? ദി സിറ്റിസൺ ക്യാമ്പയിൻ. കൊല്ലം ജില്ലയെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ദി സിറ്റിസൺ എന്ന ക്യാമ്പയിനിലൂടെയാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? കുളത്തൂപ്പുഴ. കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്താണ് ഇന്ത്യയിലെ തന്നെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത്.
ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ സൗരോർജ്ജ ഗ്രാമം ഏതാണ്? മൊതേര. ഇന്ത്യയിലെ ആദ്യ സൗരോർജ്ജ ഗ്രാമം മൊതേരയാണ്. 2024 എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ജൽജീവൻ മിഷൻ. 2024 എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആരാണ്? രവനീത് കൗർ. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ രവനീത് കൗറാണ്. 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയ. 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. 2023 കർണാടക നിയമസഭാ സ്പീക്കറായി ചുമതലയേറ്റ മലയാളി ആരാണ്? UT ഖാദർ. 2023 കർണാടക നിയമസഭാ സ്പീക്കറായി ചുമതലയേറ്റ മലയാളി UT ഖാദറാണ്. 2023 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. 2023 തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. 2024 18ാമത് ലോക്സഭയിലെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തത് എന്നാണ്? 2024 ജൂൺ 9. 2024 18ാമത് ലോക്സഭയിലെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തത് 2024 ജൂൺ 9-നാണ്. 2023 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. 2023 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. 2024 18ാമത് ലോക്സഭയിലെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തത് 2024 ജൂൺ 9-നാണ്. നിലവിലെ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ്. നിലവിലെ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. 2023 ഫ്രാൻസിൻ്റെ ബാസ്റ്റൽ ദിന പരേഡിലെ മുഖ്യ അതിഥി ആരായിരുന്നു? നരേന്ദ്രമോദി. 2023 ഫ്രാൻസിൻ്റെ ബാസ്റ്റൽ ദിന പരേഡിലെ മുഖ്യ അതിഥി നരേന്ദ്രമോദിയായിരുന്നു. 2024 UK-യിൽ വീശിയ ചുഴലിക്കാറ്റ് ഏതാണ്? ഹെങ്ക് ചുഴലിക്കാറ്റ്. 2024 UK-യിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഹെങ്ക് കൊടുങ്കാറ്റ്. 2022 ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രോഗം ഏതാണ്? മങ്കി പോക്സ്. 2022 ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രോഗമാണ് മങ്കി പോക്സ്. 2024 ജൂണിൽ 49ഓളം പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തം ഉണ്ടായ രാജ്യം ഏതാണ്? കുവൈറ്റ്. 2024 ജൂണിൽ 49ഓളം പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തം ഉണ്ടായ രാജ്യം കുവൈറ്റാണ്. 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ വേദി എവിടെയാണ്? സൗദി അറേബ്യ. 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ വേദി സൗദി അറേബ്യയാണ്. 2024 ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷനിൽ അത്ലറ്റിക് കമ്മിറ്റി അധ്യക്ഷനായ ഇന്ത്യൻ ഹോക്കി താരം ആരാണ്? PR ശ്രീജേഷ്. 2024 ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷനിൽ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനായ ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ അന്തരിച്ച എന്നാണ്? 2023 സെപ്റ്റംബർ 28. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28-നാണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന പിന്നണി ഗായിക ലതാ മങ്കേഷ്കർ അന്തരിച്ച എന്നാണ്? 2022 ഫെബ്രുവരി 6. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന പിന്നണി ഗായിക ലതാ മങ്കേഷ്കർ അന്തരിച്ചത് 2022 ഫെബ്രുവരി 6-നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം സർവേഷ് മഹാമന്ദിറാണ്. വാരണാസിയിലെ സർവേഷ് മഹാമന്ദിറാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ്ജ ബോട്ട് ഏതാണ്? ബറാക്കുഡ. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ്ജ ബോട്ട് ബറാക്കുഡയാണ്. ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഏതാണ്? ഹൈദരാബാദ്. ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഹൈദരാബാദാണ്. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. 2022-23 സാമ്പത്തിക വർഷത്തിൽ 5 ഉൽപ്പന്നങ്ങൾക്കാണ് കേരളത്തിൽ നിന്നും GI ടാഗ് ലഭിച്ചത്. അവ ഏതൊക്കെയാണെന്ന് പറയാം. അട്ടപ്പാടി ആട്ടുകൊമ്പ് അവര, അട്ടപ്പാടി തുവര, ഓണാട്ടുകര എള്ള്, കാന്തള്ളൂർ വട്ടവട വെളുത്തുള്ളി,
കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി എന്നിവയാണ്. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് ആരാണ്? സാറാ ജോസഫ്. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറാ ജോസഫാണ്. 2024 ആശാൻ യുവ കവി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സുബിൻ അമിത്തറയിൽ. 2024 ആശാൻ യുവ കവി പുരസ്കാരത്തിന് അർഹനായത് സുബിൻ അമിത്തറയിലാണ്. 2024 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2024 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? റഫീഖ് അഹമ്മദ്. 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദാണ്. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? വീരമണിദാസൻ. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് വീരമണിദാസനാണ്. 2022 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടിയാണ്. മികച്ച നടി വിൻസി അലോഷ്യസുമാണ്. 2022 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയെയും മികച്ച നടിയായി തിരഞ്ഞെടുത്തത് വിൻസി അലോഷ്യസിനെയുമാണ്. 2022-23 സ്വരാജ് ട്രോഫി മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരമാണ്. 2022-23 സ്വരാജ് ട്രോഫി മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനെയാണ്. 2022-23 സ്വരാജ് ട്രോഫി മികച്ച ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്താണ്. 2022-23 സ്വരാജ് ട്രോഫി മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്താണ്. 2022-23 സ്വരാജ് ട്രോഫി മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ്. 2022-23 സ്വരാജ് ട്രോഫി മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ്. 2022-23 കലാ സാംസ്കാരിക മേഖലയിൽ നിന്നും യൂത്ത് ഐക്കൺ അവാർഡിന് അർഹനായത് ആരാണ്? ആസിഫ് അലി. 2022-23 കലാ സാംസ്കാരിക മേഖലയിൽ നിന്നും യൂത്ത് ഐക്കൺ അവാർഡിന് അർഹനായത് ആസിഫ് അലിയാണ്. 2023-24 കലാ സാംസ്കാരിക മേഖലയിൽ നിന്നും യൂത്ത് ഐക്കൺ അവാർഡിന് അർഹനായത് ബേസിൽ ജോസഫാണ്. 2023-24 കലാ സാംസ്കാരിക മേഖലയിൽ നിന്നും യൂത്ത് ഐക്കൺ അവാർഡിന് അർഹനായത് ബേസിൽ ജോസഫാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ്? ഹർമൻപ്രീത് സിംഗ്. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ഹർമൻപ്രീത് സിംഗ് ആണ്. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ്? PR ശ്രീജേഷ്. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് PR ശ്രീജേഷ് ആണ്. 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ജപ്പാനിലെ ഐച്ചി നഗോയ. 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ജപ്പാനിലെ ഐച്ചി നഗോയയാണ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരം ആരാണ്? അദിതി അശോക്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരം അദിതി അശോകാണ്. ചെസ് വേൾഡ് കപ്പ് 2023 രണ്ടാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ആരാണ്? R പ്രജ്ഞാനന്ദ. ചെസ് വേൾഡ് കപ്പ് 2023 രണ്ടാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം R പ്രജ്ഞാനന്ദയാണ്. 2022 19ാമത് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 4. 2022 19ാമത് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാമതാണ്. 2024 യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ സ്പെയിനാണ്. റണ്ണറപ്പ് ഇംഗ്ലണ്ടും വേദി ജർമ്മനിയുമായിരുന്നു. 2024 യൂറോ കപ്പ് നടന്നത് ജർമ്മനിയിലും ജേതാക്കളായത് സ്പെയിനും റണ്ണറപ്പ് ഇംഗ്ലണ്ടുമായിരുന്നു. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീനയും റണ്ണറപ്പ് കൊളംബിയയും വേദി USA-യുമായിരുന്നു. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ നടന്നത് USA-യിലാണ്. ജേതാക്കൾ അർജന്റീന, റണ്ണറപ്പ് കൊളംബിയ. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ അർജന്റീനയായിരുന്നു. റണ്ണറപ്പ് ഫ്രാൻസും വേദി ഖത്തറായിരുന്നു. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ വേദി ഖത്തർ, ജേതാക്കൾ അർജന്റീന, റണ്ണറപ്പ് ഫ്രാൻസ്. 2022 ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കളായ അർജന്റീന ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ലയണൽ മെസ്സി.
2022 ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കളായ അർജന്റീന ടീമിൻ്റെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി ആയിരുന്നു. 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരായിരുന്നു? PN ഗോപികൃഷ്ണൻ. 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണനാണ്. 2024 പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ്? റഫീഖ് അഹമ്മദ്. 2024 പത്മപ്രഭ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദാണ്. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് പ്രതിഭ റായി ആണ്. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് പ്രതിഭ റായി ആണ്. 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയതാരാണ്? ദുർഗാ പ്രസാദ്. 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയത് ദുർഗാ പ്രസാദാണ്. 2023 പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ടി പത്മനാഭൻ. 2023 പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരത്തിന് അർഹനായത് ടി പത്മനാഭനാണ്. 2024 ലോക്സഭാ ഇലക്ഷനിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ കേരള നിയമസഭയിലെ മന്ത്രി ആരാണ്? കെ രാധാകൃഷ്ണൻ. 2024 ലോക്സഭാ ഇലക്ഷനിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ കേരള നിയമസഭയിലെ മന്ത്രി കെ രാധാകൃഷ്ണനാണ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എന്നാണ്? 2023 ഒക്ടോബർ 15. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് 2023 ഒക്ടോബർ 15-നാണ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ദിവ്യ എസ് അയ്യർ. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ ആണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ കപ്പൽ ഏതാണ്? സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ കപ്പൽ സാൻ ഫെർണാണ്ടോയും വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഷെൻഹുവ 29-നുമാണ്. 2024 മെയ്യിൽ മേഘവിസ്ഫോടനം ഉണ്ടായ കേരളത്തിലെ ജില്ല എറണാകുളമാണ്. 2024 മെയ്യിൽ മേഘവിസ്ഫോടനം ഉണ്ടായ കേരളത്തിലെ ജില്ല എറണാകുളമാണ്. 2024 കാസർഗോഡ് ജില്ലയിൽ നടന്ന കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത് കാസർഗോഡ് ജില്ല തന്നെയാണ്. 2024 കാസർഗോഡ് ജില്ലയിൽ നടന്ന കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത് കാസർഗോഡ് ജില്ല തന്നെയാണ്. ഗ്രീൻ ഹൈഡ്രജൻ വാലി സജ്ജമാകുന്ന കേരളത്തിലെ നഗരങ്ങൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരവും കൊച്ചിയും. ഗ്രീൻ ഹൈഡ്രജൻ വാലി സജ്ജമാകുന്ന കേരളത്തിലെ നഗരങ്ങൾ തിരുവനന്തപുരവും കൊച്ചിയുമാണ്. 2024 മെയ് മാസം അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറം. 2024 മെയ് മാസം അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല മലപ്പുറമാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ട് സാമൂഹ്യനീതി വകുപ്പ് വിഭാവനം ചെയ്ത പുനരധിവാസ ഗ്രാമമാണ് സഹജീവനം സ്നേഹഗ്രാമം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ട് സാമൂഹ്യനീതി വകുപ്പ് വിഭാവനം ചെയ്ത പുനരധിവാസ ഗ്രാമമാണ് സഹജീവനം സ്നേഹഗ്രാമം. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരക വ്യൂഹം. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരക വ്യൂഹം. പ്രോജക്റ്റ് ടൈഗർ എന്ന ബൃഹത് പദ്ധതി നിലവിൽ വന്നിട്ട് 50 വർഷം തികഞ്ഞ ദിവസമാണ് 2023 ഏപ്രിൽ 1. പ്രോജക്റ്റ് ടൈഗർ എന്ന ബൃഹത് പദ്ധതി നിലവിൽ വന്നിട്ട് 50 വർഷം തികഞ്ഞ ദിവസം 2023 ഏപ്രിൽ 1 ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലതുരങ്കം പണികഴിപ്പിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലതുരങ്കം പണികഴിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. 2023 മെയ് മാസം കലാപമുണ്ടായ മണിപ്പൂരിൽ കേന്ദ്രസേനകൾ അധികാരം ഏറ്റെടുക്കാൻ കാരണമായ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 355. 2023 മെയ് മാസം കലാപമുണ്ടായ മണിപ്പൂരിൽ കേന്ദ്രസേനകൾ അധികാരം ഏറ്റെടുക്കാൻ കാരണമായ അനുച്ഛേദം ആർട്ടിക്കിൾ 355 നാരീശക്തി വന്ദൻ അധിനിയം വനിതാ സംവരണ ബിൽ രാഷ്ട്രപതി അംഗീകാരം നൽകിയതെന്നാണ്? 2023 സെപ്റ്റംബർ 28. വനിതാ സംവരണ ബില്ല് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് 2023 സെപ്റ്റംബർ 28-നാണ്. ജൻ വിശ്വാസ് ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയെന്നാണ്? 2023 ജൂലൈ 27. ജൻ വിശ്വാസ് ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത് 2023 ജൂലൈ 27-നാണ്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം ഏതാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം കൊൽക്കത്തയാണ്. ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്?
കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. 2024 96ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിലിയൻ മർഫിയും മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എമ്മ സ്റ്റോണുമാണ്. 2024 96ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിലിയൻ മർഫിയും നടി എമ്മ സ്റ്റോണുമാണ്. 2024 96ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ഓപ്പൺഹൈമർ എന്ന സിനിമയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളനാണ്. 2024 96ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ഓപ്പൺഹൈമർ ആണ്. ഈ സിനിമ സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളനാണ്. ദീപാവലിയോടനുബന്ധിച്ച് 22 ലക്ഷം ദീപങ്ങൾ തെളിയിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? അയോധ്യ. ദീപാവലിയോടനുബന്ധിച്ച് 22 ലക്ഷം ദീപങ്ങൾ തെളിയിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യൻ നഗരം അയോധ്യയാണ്. 2022-23 ഗോൾഡൻ ഗ്ലോബ് പായ്വഞ്ചി ഓട്ട മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയത് അഭിലാഷ് ടോമിയാണ്. 2022-23 ഗോൾഡൻ ഗ്ലോബ് പായ്വഞ്ചി ഓട്ട മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ മലയാളി അഭിലാഷ് ടോമിയാണ്. വിമാന അപകടത്തെ തുടർന്ന് കൊളംബിയൻ ആമസോണിൽ കാണാതായ കുട്ടികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ഹോപ്പ്. വിമാന അപകടത്തെ തുടർന്ന് കൊളംബിയൻ ആമസോണിൽ കാണാതായ കുട്ടികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഹോപ്പ്. മൊബൈൽ ഫോൺ കണ്ടെത്തിയതിൻ്റെ 50ാം വാർഷികം ആഘോഷിച്ചത് എന്നാണ്? 2023 ഏപ്രിൽ 3. മൊബൈൽ ഫോൺ കണ്ടെത്തിയതിൻ്റെ 50ാം വാർഷികം ആഘോഷിച്ചത് 2023 ഏപ്രിൽ 3-നാണ്. ദീപാവലി പൊതു അവധിയാക്കുന്നതിനായി 2023 ബില്ല് അവതരിപ്പിച്ച രാജ്യം ഏതാണ്? USA. ദീപാവലി പൊതു അവധിയാക്കുന്നതിനായി 2023 ബില്ല് അവതരിപ്പിച്ച രാജ്യം USA ആണ്. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി എവിടെയാണ്? ന്യൂഡൽഹി. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി ന്യൂഡൽഹിയാണ്. നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏതാണ്? USA. നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയ ആദ്യ രാജ്യം USA ആണ്. 2024 ലോക ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 126. 2024 ലോക ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ലോക ബാങ്കിൻ്റെ പ്രസിഡൻ്റാകുന്ന ആദ്യ ഇന്ത്യൻ വംശജനാരാണ്? അജയ് പാൽ സിംഗ് ബാങ്ക. ലോക ബാങ്കിൻ്റെ പ്രസിഡൻ്റാകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ അജയ് പാൽ സിംഗ് ബാങ്കയാണ്. 2023 യൂട്യൂബിൻ്റെ CEO ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? നീൽ മോഹൻ. 2023 യൂട്യൂബിൻ്റെ CEO ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ നീൽ മോഹനാണ്. കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിത കാർത്യായനിയമ്മ അന്തരിച്ചതെന്നാണ്? 2023 ഒക്ടോബർ 10. കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിത കാർത്യായനിയമ്മ അന്തരിച്ചത് 2023 ഒക്ടോബർ 10-നാണ്. 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിൽ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്ത്. 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിൽ ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത് ആയിരുന്നു. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ആരാണ്? കിലിയൻ എംബാവെ. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ഫ്രാൻസിൻ്റെ താരമായ കിലിയൻ എംബാവെയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.